നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടൻ കൃഷ്ണകുമാറിന്റെ ഏറ്റവും ഇളയ മകളാണ് ഹൻസിക കൃഷ്ണ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതയാണ് താരപുത്രി. കോളേജ് വിദ്യാർത്ഥിനിയായ ഹൻസിക അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബും ഡാൻസറും മോഡലും എല്ലാമാണ്. ഇപ്പോഴിതാ ഹൻസിക കൃഷ്ണയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ബോൾഡ് ലുക്കിലാണ് വീഡിയോയിൽ ഹൻസിക എത്തിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രൈബേഴ്സിനായി ഹൻസിക പങ്കുവച്ച എക്സ്ക്ലൂസീവ് വീഡിയോയാണെന്നും അത് ലീക്കായതാണെന്നുമാണ് ചിലർ പറയുന്നത്. ദൃശ്യങ്ങളുടെ സ്ക്രീൻ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചെറുപ്രായത്തിൽ അപകടങ്ങൾ ഒരുപാടുള്ള സോഷ്യൽ മീഡിയയിൽ ഹൻസിക സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിൽ വീട്ടുകാർക്കാണ് കൂടുതൽ വിമർശനങ്ങളും ഉയരുന്നത്. ചേച്ചി അഹാന കൃഷ്ണ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് കണ്ടാണ് ഹൻസികയും തുടങ്ങിയത്. പണത്തിനും പ്രശസ്തിക്കും അപ്പുറം ചില മൂല്യങ്ങൾ വേണ്ടതുണ്ടെന്നാണ് കെ കുടുംബത്തെ വിമർശിക്കുന്നവർ പറയുന്നത്. മക്കളെ കുറച്ച് ചിറകിനടിയിൽ വെക്കണം, ഒരു ഘട്ടം വരെ. അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, ഇതാണ് നല്ലതെന്ന് മക്കളോട് പറയും. ഒരു കാര്യത്തിലും ബലം പിടിക്കില്ല. പ്രത്യേകിച്ച് മൂത്ത മകൾ വലുതായി, അവൾക്ക് വളരെയധികം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നാണ് കൃഷ്ണകുമാർ വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ഇന്ന് കമ്പ്യൂട്ടർ യുഗമാണ്, അവരങ്ങോട്ട് പോകണം. പക്ഷെ പല കാര്യങ്ങളും അറിയാതെ പോപ്പപ്പ് ചെയ്തു വരും. ഇന്ന് കുട്ടികൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അറിയാവുന്ന പ്രായമായാൽ അത് വിഷയമല്ല. സെക്സ് എന്താണെന്ന് അറിയാത്ത പ്രായത്തിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ചൂഷണം ചെയ്യുന്ന വലിയ വിഭാഗമുണ്ട്. അതിനകത്തേക്ക് പോകാതിരിക്കുക. ഞാൻ ഒളിഞ്ഞു നോക്കാതെ നേരെ പോയി ആരോടാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നത് എനിക്ക് വിഷയമല്ല. പക്ഷേ അറിയാത്ത ആളുകളാകരുത്. മക്കളായ ഇവർ നന്നാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ഞാനും സിന്ധുവുമാണ്. ഇന്ന് അവർക്ക് നിയന്ത്രണമായി തോന്നിയാൽ എനിക്കത് പ്രശ്നമില്ലെന്നും അന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. 900 കടന്നിരിക്കുകയാണ് ഹൻസികയുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം. ഹൻസിക പങ്കുവച്ച എക്സ്ക്ലൂസീവ് ഫോട്ടോ ലീക്കായി എന്ന് കഴിഞ്ഞ ദിവസം വ്യാപകമായി പ്രചരണം ഉണ്ടായിരുന്നു. ഹൻസികയുടെ ഈ സമയത്ത് സബ്സ്ക്രിപ്ഷനിൽ ശ്രദ്ധ കൊടുക്കേണ്ടതില്ലായിരുന്നു എന്നാണ് നെറ്റിസൺസിന്റെ അഭിപ്രായം. വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് താരപുത്രിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി മനഃപൂർവ്വം അശ്ലീല വീഡിയോ പുറത്താക്കി എന്നാണ് ചിലരുടെ വിമർശനം. വീഡിയോ വൈറലാകും മുൻപ് ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ ഫീ 299 രൂപയായിരുന്നുവെന്നും പിന്നീട് അത് 390 ആയെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിലുണ്ടായ കുതിപ്പും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ലീക്കായെന്ന് പറയുന്ന വീഡിയോയിൽ മോശമായൊന്നും ഇല്ലെന്നാണ് ആരാധകർ പറയുന്നത്. ലീക്കായതല്ലെന്നും താരം തന്നെ ആരാധകർക്കായി പങ്കുവച്ച സാധാരണ വീഡിയോയാണെന്നും അതിൽ അശ്ലീലത കാണുന്നത് ഫേസ്ബുക്ക് അമ്മാവന്മാരാണെന്നും ആരാധകർ പറയുന്നു. ഇതിനിടെ ഈ വീഡിയോ ഒറിജിനൽ അല്ലെന്നും AI ആണെന്നും ചിലർ പറയുന്നുണ്ട്. വീഡിയോ വലിയ ചർച്ചയും വിവാദവുമായി മാറിയെങ്കിലും ഹൻസിക ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. കടുത്ത ഭാഷയിലാണ് പലരും വിമർശനം ഉന്നയിക്കുന്നത്. കാശുണ്ടാക്കാനുള്ള പെടാപ്പാടാണിതെന്നും പറയുന്നുണ്ട്. ഇതിനിടയിൽ വീഡിയോ കാരണം ഹൻസികയുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടിയെന്നും അതിനുവേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പരിഹാസത്തോടെ പറയുന്നവരുമുണ്ട്. സിനിമാ രംഗത്തേക്ക് നായികയായി തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഹൻസിക കൃഷ്ണ. അമൽ നീരദിന്റെ ബാച്ചിലർ പാർട്ടി 2 എന്ന സിനിമയിൽ ഹൻസികയും ഉണ്ടെന്നാണ് വിവരം. സിനിമാ രംഗത്ത് ശോഭിക്കാൻ ഹൻസികയ്ക്ക് സാധിക്കുമെന്ന് കുടുംബവും ആരാധകരും വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങേണ്ട ആവശ്യം ഹൻസികയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. സിനിമാ രംഗത്തെ ഭാവിക്കാണ് ഹൻസിക ശ്രമിക്കേണ്ടത്. സോഷ്യൽ മീഡിയ വിസിബിലിറ്റി കൊണ്ട് വലിയ കാര്യമില്ലെന്നും അഭിപ്രായങ്ങളുണ്ട്. അതേസമയം കൃഷ്ണകുമാർ കുടുംബത്തിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വിജയം കൈവരിച്ച ഹൻസിക മാത്രമാണ്. സഹോദരിമാർക്കൊന്നും വലിയ ശ്രദ്ധ ലഭിച്ചില്ല. അഹാന കൃഷ്ണയാണ് ആദ്യം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. ഇത് കണ്ടാണ് താനും തുടങ്ങിയതെന്ന് ഹൻസിക പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അഹാന കൃഷ്ണയ്ക്ക് അധികം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടില്ല. ഉള്ളവരുടെ എണ്ണം ക്രമേണ കുറയുകയും ചെയ്തു. കൃഷ്ണകുമാർ കുടുംബത്തിലെ ഇളയ മകളായ ഹൻസിക വീട്ടുകാർക്കെല്ലാം ഓമനയാണ്. സോഷ്യൽ മീഡിയയിൽ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ ഹൻസിക പങ്കുവയ്ക്കാറുണ്ട്. ഇന്ന് യുവതലമുറയിലെ നിരവധി കുട്ടികളുടെ ഫാഷൻ ഐക്കണാണ് ഹൻസിക കൃഷ്ണ. ഈ അടുത്ത് കൃഷ്ണകുമാർ ഹൻസികയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇമോഷണലായ മകൾ ഹൻസികയാണ്. അവസാനത്തെ മകളാണെങ്കിലും വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവൾ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. ഹൻസികയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. 7.5 കൊല്ലം അവൾ ചികിത്സയിലായിരുന്നു. 1-2 കൊല്ലം ആശുപത്രിക്കകത്തായിരുന്നു. അന്നൊക്കെ എല്ലാവരും അവളുമായി വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും അമ്മു കരയും. അവരാണ് കൊണ്ട് നടക്കുന്നത്. ഹൻസികയെ ചുറ്റിപ്പറ്റിയായിരുന്നു വീട് പോയിക്കൊണ്ടിരുന്നത്. വീട്ടിൽ അശാന്തി ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാക്കാൻ ഹൻസിക വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പറ്റുമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. അതേസമയം ഇളയ മകൾ ഹൻസികയെ കുറിച്ച് കൃഷ്ണകുമാർ മുൻപൊരിക്കൽ പറഞ്ഞ കാര്യങ്ങളും വൈറലാകുകയാണ്. വീട്ടിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ആൾ ആരാണെന്നായിരുന്നു അവതാരകന്റെ ചോദ്യം. അതിന് ഉത്തരമായാണ് ഹൻസികയുടെ പേര് കൃഷ്ണകുമാർ പറഞ്ഞത്. വീട്ടിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ആൾ ഹൻസികയാണ്. അത് വീട്ടിലെ ഏറ്റവും ചെറിയ ആൾ അവളായതുകൊണ്ടല്ല. വീട്ടിൽ 4 മക്കളെയും കറക്കുന്ന അച്ചുതണ്ട് അവളാണ്. ആ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവൾ പറഞ്ഞാൽ തീരും. മാത്രമല്ല അവൾക്കൊരു വലിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു.
7.5 കൊല്ലം ചികിത്സയിലായിരുന്നു. 1-2 കൊല്ലം ആശുപത്രിക്കകത്തും തന്നെയായിരുന്നു. ആ സമയത്ത് അവളുമായി എല്ലാവരും അറ്റാച്ച്ഡ് ആയിരുന്നു. അവൾക്കൊരു പ്രശ്നം വരുമ്പോഴേക്കും അമ്മുവൊക്കെ കരയുമായിരുന്നു. അവരാണ് അവളെ എടുത്തു നടന്നുകൊണ്ടിരുന്നത്. അവളായിരുന്നു എല്ലാം. അവളെ ചുറ്റിപ്പറ്റിയായിരുന്നു എല്ലാവരുടെയും ലോകം. ഇപ്പോഴും വീട്ടിൽ ഒരു അശാന്തി ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാക്കാൻ ഹൻസിക വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പറ്റുമെന്നായിരുന്നു അന്ന് കൃഷ്ണകുമാർ പറഞ്ഞത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.